നിങ്ങളുടെ അഭിപ്രായം ആദ്യം പറയും. അടിപൊളി. അതുപോലെ തന്നെ GK ആണെങ്കിലും അഞ്ജു കുര്യൻ ആണെങ്കിലും അനികയാണെങ്കിലും ഓൾ ത്രൂ അടിപൊളിയായിരുന്നു. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം GKയുടെ ഒരു ത്രൂ ഇപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ടുണ്ട്. പിന്നെ ഡയറക്ഷൻ വൈസും ക്യാമറ വൈസും എല്ലാം വളരെ സന്തോഷം, ഹാപ്പിയാണ്. ഒരു കോവിഡ് കുസൃതി എന്നുള്ള രീതിയിൽ തുടങ്ങിയ പരിപാടിയാണ് സത്യം പറഞ്ഞത്. ആ സമയത്ത് ഇപ്പം നിങ്ങൾക്ക് അറിയാം, ആ സിനിമ കാണുമ്പോൾ പ്രദീപ് കോട്ടയം മരിച്ചിട്ട് 1.5 കൊല്ലത്തോളം ആയി. ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കോവിഡ് സമയത്താണ് തുടങ്ങിയതെങ്കിലും പിന്നെ കോവിഡ് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വഴിക്ക് പോയി. കാരണം ഇതൊരു മ്യൂസിക്കൽ യൂട്യൂബ് ഞങ്ങളിത് യൂട്യൂബിന് വേണ്ടി ചെയ്തൊരു സാധനം. ആ സമയത്ത് എല്ലാവരും ചെയ്യുന്നതിനൊപ്പം ചെയ്താണെങ്കിൽ ഇത്രയും ആർട്ടിസ്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും വർക്ക് വരുമ്പോൾ നോ പറയാൻ പറ്റിയിരുന്നില്ല. അപ്പം ഞാനിതിനകത്ത് ഒരു 10-25 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ ആക്ടേഴ്സും ഫ്രീ ആയിട്ട് വന്നതാണ്, എല്ലാ ടെക്നീഷ്യൻസും ഫ്രീ ആയിട്ട് വന്നതാണ്. കാരണം ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എല്ലാവരും കൂടെ വന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ പ്രഷറൈസ് ചെയ്തിട്ട് ഇന്ന് ഷൂട്ടിന് വരണം എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ 3 തെലുങ്ക് പടം ചെയ്തു ഈ ഗ്യാപ്പിൽ, 5 തമിഴ് പടങ്ങൾ ചെയ്തു. അനിക ധനുഷിൻ്റെ പടത്തിൽ വരെ നായികനായിട്ട് ചെറുപ്പത്തിൽ നിന്നും മെയിൻ ലീഡ് ആക്ട്രസിലേക്ക് ഇത് അനിക പോയി. അങ്ങനെയൊക്കെ പിന്നെ എല്ലാവരും ബിസിയായി. ശോഭ ബിഗ് ബോക്സിൽ പോയി തിരിച്ചു പോകുന്നു. അപ്പോൾ എന്ത് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയത്തും പ്രതിവേട്ടം മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ ഭാഗങ്ങൾ റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. ഇതിനൊക്കെ പുറമെ മറ്റേ നമ്മുടെ സിനിമാറ്റോഗ്രാഫറുടെ അടുത്ത് നിന്ന് വണ്ടി പാർക്ക് ചെയ്തപ്പോൾ ലാപ്ടോപ്പും ഹാർഡ് ഡിസ്ക് അടക്കം അടിച്ചുപോയി. അപ്പോൾ ഷൂട്ട് ചെയ്ത സാധനങ്ങളൊക്കെ റീഷൂട്ട് ചെയ്യുന്ന ചെറിയ ചലഞ്ച് ആയിരുന്നില്ല. ഇത് ഈ പ്രൊജക്റ്റ് നടക്കുമെന്ന് വരെ പാവം അദ്ദേഹം. ഞങ്ങളൊക്കെ ഇഷ്ടംപോലെ പരിപാടികൾക്ക് പോയി, ഇദ്ദേഹം മാത്രമാണ് 3 കൊല്ലമായിട്ട് ഈ പരിപാടികൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അവരത്രയും പ്രതീക്ഷയോട് കൂടി നിൽക്കുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു. ഐ എം വെരി ഹാപ്പി. ഇന്നത് തീർന്നു, ആളുകളിലേക്ക് എത്തി, ആളുകളത് ഇമോഷണലായിട്ട് കണക്ട് ആവേണ്ടതെന്ന് പറയുന്നുണ്ടെന്നുള്ളതിൽ എനിക്ക് ഇവൻ്റെ അടുത്തൊരു സിനിമ ഇത് വെച്ച് കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് അതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം ഇട്ട എഫേർട്ടും എല്ലാത്തിനും ഒരു ഹാപ്പിയാണ്. കാരണം ഞാനിതിലേക്ക് ഇറങ്ങിയതും എൻ്റെ അടുത്ത് വന്ന് അലവൈകുണ്ഠ പെരുമൽ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ചോദിച്ചു എന്തിനാണ് ആ ഷോർട്ട് ഫിലിം ഞാൻ ചെയ്യുന്നത്. ഞാൻ തെലുങ്ക് പടങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്തല്ലേ നോക്കുന്നുണ്ട്, ഒരു കച്ചിത്തിരുമ്പ് കിട്ടിയപ്പോൾ ഞാൻ അതല്ലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എന്നെ കൺവിൻസ് ചെയ്ത ഒരു രീതിയുണ്ട്, അവൻ്റെ ഒരു പാഷനുണ്ട്. ഇന്ന് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു അതന്നെയാണ് അവന് ഇന്നും എന്നും ഒരേ ബ്രാൻഡുണ്ട്, ആ സിനിമയോടുള്ള താല്പര്യമുണ്ട്. ഇതിനകത്തൊരു സംവിധായകൻ്റെ കഥാപാത്രം ഞാൻ ചെയ്യിപ്പിക്കുന്നത്. ഏറെക്കുറെ ഇതൊക്കെ ഇവൻ്റെ ലൈഫ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹം നിറവേറ്റാൻ എനിക്കും ഒരു നിമിത്തമാവാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇത് കണ്ടവരെല്ലാവരും പറയുന്നുണ്ട് എന്തായാലും നല്ല സാധനമാണ്. കുറേ പ്രൊഡ്യൂസേഴ്സൊക്കെ ഇതിൻ്റെ സ്ക്രീനുകളിലാണ്. അധികം താമസിക്കാതെ മിറേഷ് പിച്ചു ഫിലിം എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം അനൗൺസ് ചെയ്യും. നമ്മളൊക്കെ അതിനകത്ത് ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കണം. വെരി ബട്ട് ഐ എം വെരി ഹാപ്പി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു വർക്കിംഗ് വിത്ത് ഹിം. ഹോൾ ക്രൂ ആണെങ്കിലും ഞങ്ങളെ ഈ പറഞ്ഞ ഒരു വെക്കേഷൻ പോലെ ആയിരുന്നല്ലോ. അതിനൊരു ചെറിയ പാർട്ടാവാൻ പറ്റെങ്കിലും ഐ ഫീൽ ലക്കി ആൻഡ് ബ്ലെസ്ഡ്. ഇപ്പത്തെ അല്ല, ഒരു 2 വർഷം ഫൈനലി ഇറ്റ്സ് ഔട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് 2022 നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. പല പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ നീണ്ടു പോയി. 24 ഇറക്കിയപ്പോഴും എല്ലാവർക്കും ഒരു ഫ്രഷ്നെസ് ഉണ്ടെന്ന് അറിയുന്നതിൽ ഒരു സന്തോഷമുണ്ട്. അല്ലേ, നമ്മളൊരു സിനിമ ശരിക്കും പറഞ്ഞാൽ പുറത്തിറക്കുന്ന പോലെ ഒരു എഫേർട്ടാണ് അവൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷം. കാരണം എല്ലാവരും നമ്മളുടെ പോലും മേടിക്കാൻ സഹായിച്ചു. സോ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. റിസൾട്ട് കണ്ടപ്പോഴും എല്ലാവർക്കും സന്തോഷമുള്ളതിൽ ഭയങ്കര എല്ലാവരും അതിനകത്ത് ഹാപ്പിയാണ്, ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങൾ ബിഗ് സ്ക്രീനിലാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം. അതാണ് സ്വിമ്മിങ് അറിയാത്ത സ്വിമ്മിങ് കോച്ചിനെയും അതുപോലെ ചാമ്പ്യനെ കൊണ്ടാണ് അഭിനയിപ്പിച്ചില്ലേ ഇവൻ. അപ്പോൾ അത് എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ? സ്വന്തം പെർഫോമൻസ് കണ്ടപ്പോൾ അടിപൊളിയാണ്. അഞ്ചു ചേച്ചി ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നൈസ് ഇമോഷണൽ എലമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. വെരി നൈസ്. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? സിനിമാറ്റോഗ്രഫി അടിപൊളിയായിട്ടുണ്ട്. വേ എല്ലാവരും ഷൂട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ടും അതെ ബ്യൂട്ടിഫുൾ സോങ്സ്. പുതിയ വിശേഷം പുതിയ മൂവി ഇപ്പോൾ തമിഴിൽ ഞാനൊരു മൂവി കംപ്ലീറ്റ് ചെയ്തു. ധനുഷ് സാർ ഡയറക്ട് ചെയ്ത് Thank you.